മഹാരാഷ്ട്ര മാതൃകയിലുള്ള ചില സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ ഉരുത്തിരിഞ്ഞു വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് എന്തായാലും സ്പ്ലിറ്റ് ആയി പോകുന്ന അടുത്ത സംശയം വേണ്ട. ശിവസേന ചെയ്ത പോലെ അങ്ങനെയാണെങ്കിൽ മമിതയും അഭിഷേക് ബാനർജിയും ഒന്നും ഇല്ലാത്ത യഥാർത്ഥ TMC അങ്ങനെയാണോ കരുതേണ്ടത്? അതെ അതെ. അതായത് മഹാരാഷ്ട്രയിൽ ശിവസേന വളർന്നു കഴിഞ്ഞിട്ട് ഷിൻഡെ സേനയായില്ലേ പ്രധാനപ്പെട്ട കക്ഷി, അതെ, ആ ശിവസേന എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മമതയും അഭിഷേക് ബാനർജിയും ഒന്നും ഇല്ലാത്ത തൃണമൂൽ ചിഹ്നം അവർക്ക് ഒറിജിനൽ തൃണമൂലായിട്ട് ഋതപ്രതാപ് ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ രംഗത്ത് വരുന്നു. കാരണം ഋതപ്രതാപ് ബാനർജി പ്രതിപക്ഷ നേതാവാകാൻ 59 ആകെ 80 MLA-മാരാണ് തൃണമൂലിനുള്ളത്. 59 MLA-മാരുടെ പിന്തുണയ്ക്കുന്ന കത്തുമായിട്ട് ഇന്ന് സ്പീക്കറെ പോയി കണ്ടു. അപ്പോൾ ഇവരാണ് യഥാർത്ഥ തൃണമൂൽ എന്നുള്ളത് സ്പീക്കർ നിയമസഭയിൽ അംഗീകരിക്കുന്നു. മറ്റവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതാണ് വരാൻ പോകുന്നത്. ആകെയുള്ളത് 5 MLA-മാരാണിപ്പോൾ മമതയുടെ കൂടെയുള്ളത്. അവർക്കും അഭിഷേക് ബാനർജിയെ വേണ്ട. മമതയുടെ കൂടെ 5 MLA-മാരും 2 MP-മാരേ ഉള്ളൂ മമതയുടെ കൂടെ. അതെങ്ങനെയാ തെളിഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ധർണയിരുന്നു ഇവര്, മമതാ ബാനർജി. ആ ധർണയ്ക്ക് വന്നവര് 5 MLA-മാര് 2 MP-മാര്, വേറെ ആരും വന്നില്ല. 80 MLA-മാരുണ്ടെങ്കിൽ മുമ്പൊക്കെ ആണെങ്കിൽ അത്രയും പേര് ആ ധർണ സ്ഥലത്ത് വരില്ലേ? കൊൽക്കത്തയിൽ തന്നെയാണല്ലോ. അങ്ങനെ ഉണ്ടായില്ല. 5 പേര് മാത്രം. ആ 5 പേര് ശോഭാദേവ് ചതോപാധ്യായ, അയാളെയാണ് പ്രതിപക്ഷ നേതാവാക്കാനായിട്ട് സ്പീക്കർക്ക് ഇവര് കത്ത് കൊടുത്തത്. മറ്റേ അഭിഷേക് ബാനർജി കത്ത് കൊടുത്തത്. അതിൽ അഭിഷേക് ബാനർജി പല MLA-മാരുടെയും വ്യാജ ഒപ്പിട്ടു എന്നുള്ളതാണ് കേസുള്ളത്. അപ്പൊ ശോഭൻ ദേവ് ചതോപാധ്യായ, നന്യ ബന്ദോപാധ്യായ, മദൻ മിത്ര, അശോക് ദേവ്, അസിമ പത്ര, ഇത്രയും MLA-മാരാണ് ആ ധർണയ്ക്ക് മമതയുടെ കൂടെ ഉണ്ടായിരുന്നത്. MP-മാര് ദോല സെൻ, കല്യാൺ ബാനർജി, ഡെറിക് ഒബ്രിൻ എല്ലാം കൂടി ചേർത്ത് 3 പേര് മാത്രമേ മമതയുടെ കൂടെ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ പാർട്ടി ഇല്ലിപ്പോ മമതയ്ക്കും അഭിഷേക് ബാനർജിക്കും. മധ്യ കൊൽക്കത്തയിലാണ് ധർണ നടത്തിയത്. കഴിഞ്ഞ ദിവസം അഭിഷേക് ബാനർജിയെ ആക്രമിച്ചതിനെതിരെ ഉള്ള ധർണ. മുമ്പ് ഇവര് തെരുവ് രാഷ്ട്രീയം ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ തെരുവ് രാഷ്ട്രീയം വീണ്ടും കളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തെരുവിൽ ഇറങ്ങി ധർണ ഇരുന്നത്. പക്ഷെ ക്ലച്ച് പിടിച്ചില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഋതപ്രതാപ് ബാനർജി, സന്ദീപൻ സാഹ, ഈ 2 MLA-മാരെയാണ് തൃണമൂൽ സസ്പെൻഡ് ചെയ്തിരുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ. ഇവർ 2 പേരുമാണ് ഇത് കള്ളപ്പാണ്, ഞങ്ങളുടെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പുറത്ത് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തു. ഇവരെ പല MLA-മാരും ഈ 59 MLA-മാര് ഇതിനു മുമ്പേ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ വിവാൻഡ ഹോട്ടലിൽ പോയി കണ്ടിരുന്നു ഇവരെ 2 പേരെയും. എന്നിട്ട് അവര് വേറെ നിൽക്കാൻ തീരുമാനിച്ചു. മമത വീട്ടിലൊരു യോഗം വിളിച്ചു, MLA-മാരുടെ യോഗം. ആ യോഗത്തില് ഈ 60 MLA-മാർ എത്തിയില്ല. ആ 60 ആണല്ലോ ഇയാളുടെ കൂടെ ഇപ്പൊ വന്നിരിക്കുന്നത്. അത് നേരത്തെ സംഭവിച്ചതാണ്, മിനിഞ്ഞാന്ന് തന്നെ സംഭവിച്ചതാണ്. ക്വാറന്റൈനില്ല, 60 പേര് വന്നില്ല. അഭിഷേകിനെതിരായ ആക്രമണത്തിന് അപലപിക്കാൻ ഇതുവരെ കൊള്ളാവുന്ന തൃണമൂൽ നേതാക്കളൊന്നും രംഗത്ത് വന്നിട്ടില്ല. അതാണ് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ധാരണയാണ്. അതെ, ഏറ്റവും വലിയ ദയനീയാവസ്ഥ. അപ്പോൾ മറ്റേ സ്വസ്ഥമായിട്ടൊരു മുട്ടയേറ് കൊള്ളാനുള്ള സൗകര്യം പോലും ഇപ്പോൾ അഭിഷേക് ബാനർജിക്കില്ല. അപ്പൊ 100 കൗൺസിലർമാർ കൊൽക്കത്ത മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ തൃണമൂൽ കൗൺസിലർമാരും മാറി. പല MP-മാരും പാർട്ടി പദവികൾ രാജിവെച്ചു. അപ്പൊ MP-മാര് ഇവരുടെ കൂടെ ഇല്ല. കാക്കോലി ഘോഷ് ദസ്തിദാർ MP അതിൽ നിന്നും മാറി. റാണി റാസ്മണി അവന്യൂവിൽ ആണ് ധർണ ഉദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇത് എസ്പ്ലനേഡ് ഫോർ ചാനൽ അങ്ങോട്ട്
മാറ്റിയിരുന്നു, എസ്പ്ലനേഡിലേക്ക് മാറ്റിയിരുന്നു ധർണ. സസ്പെൻഷനിലായ വക്താവ്, തൃണമൂൽ വക്താവ് റിജു ദത്ത കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു 50 MLA-മാർ രഹസ്യയോഗം ചേർന്നിരുന്നു എന്ന്. അത് പിന്നീട് 59ആയിട്ടും 60ആയിട്ടും കൂടുകയാണ് ചെയ്തത്. ഋതുപ്രതയെ അവർ നേതാവായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു, നിയമസഭാ കക്ഷി നേതാവായിട്ട്. ഋതുപ്രത പ്രതിപക്ഷ നേതാവാകണം എന്നാണ് അവരുടെ ആവശ്യം. ആ പ്രതിപക്ഷ നേതാവാകാനുള്ള 59 പേരുടെ ഒപ്പമായിട്ടാണ് ഇന്ന് സ്പീക്കർ ഋതുപ്രത ചെന്ന് കണ്ടത്. അപ്പോൾ മമതാ ബാനർജിയും കുനാൽ ഘോഷും പിളർപ്പ്, തൃണമൂൽ പിളർപ്പുണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചു. ശരിയാണ്, പിളർപ്പുണ്ടായിട്ടുണ്ട്. 294 MLA-മാരാണ് അവിടെ ഉള്ളത്. അതിൽ 80 TMC. അതിൽ 3/2 ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കാലുമാറ്റ നിരോധന നിയമം ബാധകമാവില്ല. 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 53 MLA-മാരാണ്. 59 MLA-മാർ ഉള്ളത് കൊണ്ട് കാലുമാറ്റ നിരോധന നിയമം ഋതബ്രത ഗ്രൂപ്പിന് ബാധകമല്ല. അവർ ഒറിജിനൽ പാർട്ടിയായിട്ട് അങ്ങ് മാറുന്നു. അപ്പോൾ പശ്ചിമ മേദിനിപൂരിൽ നിന്നുള്ള ഒരു വനിതാ MLA-യും ആ വിവാൻഡ ഹോട്ടലിൽ ഋതബ്രത ബാനർജിയെ കാണാൻ പോയിരുന്നതായിട്ട് വിവരമുണ്ട്. കുനാൽ ഘോഷ് ഈ തൃണമൂൽ നേതാവ് മമതയുടെ കൂടെ നിൽക്കുന്നത്, അയാൾ 2 കൈയും കൂപ്പി അപേക്ഷിച്ചു MLA-മാരോട്, ദയവ് ചെയ്ത് നിങ്ങൾ പിളർന്നു പോകരുത്, ഇനി അപേക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, പിളർപ്പ് ഏതാണ്ട് പൂർത്തിയായി. ഋതബ്രത ബാനർജി മറ്റേ CPM പുറത്താക്കിയ നേതാവാണ്, പഴയ SFI നേതാവാണ് ഋതബ്രത ബാനർജി. CPM-ലെ SFI-യുടെ CPM അംഗവും SFI-യുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായിരുന്നു ഋതബ്രത ബാനർജി. യെച്ചൂരിയുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. യെച്ചൂരിക്ക് മറ്റേ പ്രകാശ് കാരാട്ട് ഗ്രൂപ്പൊക്കെ എതിരായിരുന്നല്ലോ പാർട്ടിയിൽ. അപ്പോൾ പിണറായി വിജയനും എതിരായിരുന്നു, കേരളത്തിലെ സംഘടനയും എതിരായിരുന്നു. അപ്പോൾ ഇയാള് 34-ാമത്തെ വയസ്സിൽ ഋതബ്രത ബാനർജിയെ രാജ്യസഭയിൽ അംഗമാക്കി CPM. അത് യെച്ചൂരി കൂടെ ഉള്ളത് കൊണ്ടുകൂടിയാണ്. 2017 ഋതബ്രത ബാനർജിയെ CPM സസ്പെൻഡ് ചെയ്തു. അത് ഒരു ആപ്പിൾ സ്മാർട്ട് വാച്ച് അയാൾ ഉപയോഗിക്കുന്നു. ആഡംബര വാച്ച് ആരോ സമ്മാനം കൊടുത്തോ മറ്റോ ആണ്, അതും കെട്ടി നടക്കുന്നു എന്നാണ് ആരോപിച്ചത്. അപ്പോൾ പ്രകാശ് കാരാട്ടിനും ബൃന്ദ കാരാട്ടിനും മറ്റേ മുഹമ്മദ് സലീം, അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ മുഹമ്മദ് സലീം, അവർക്ക് 3 പേർക്കും എതിരെ ആണ് ഋതബ്രത ബാനർജി നിലകൊണ്ടത്. അതിനെ തുടർന്ന് അയാൾക്കെതിരെ ഒരു യുവതിയുടെ പാർട്ടിയിൽ തന്നെയുള്ള പീഡന കേസും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും ഒക്കെ വന്നിരുന്നു. അങ്ങനെ പുറത്തുപോയ ഋതബ്രത തൃണമൂലിൽ ചേർന്നു. തൃണമൂലിലാണ് ശരിക്കും ഋതബ്രത വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വേണം പറയാല്ലേ. ചുരുക്കം പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തുന്നത് ഒരു SFI-കാരനാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ? അതെ, SFI-യും കൂടി സമ്മതിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.